ഐസൻ, ബെഞ്ചമിൻ നെതന്യാഹു അല്പം മുമ്പ് പറഞ്ഞത് നമ്മൾ കേട്ടു. നമ്മൾ വിജയിച്ചുവെന്നോ? ട്രംപും നെതന്യാഹുവും രണ്ടായി തന്നെ പറയുന്നത്. വിജയിച്ചു എന്ന് തന്നെയാണ് ട്രംപും നെതന്യാഹുവും വ്യക്തമാക്കുന്നത്. ട്രംപിന് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് നെതന്യാഹു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇനി അമേരിക്കയ്ക്ക് ഭീഷണിയില്ല. മറ്റൊരു സുപ്രധാനമായ ഒരു പ്രഖ്യാപനവും അല്ലെങ്കിൽ ഒരു വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് ശക്തി, അതിന് പിന്നാലെ സമാധാനം. ശക്തിയാണ് ആദ്യമുണ്ടാവുക, തുടർന്ന് സമാധാനമുണ്ടാകും. ശക്തി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി സമാധാനത്തിൻ്റെ നാളുകളാണ്. അമേരിക്കയെയും ഇസ്രായേലിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ട്രംപിൻ്റെ വാക്കുകൾക്ക് സമാനമായ രീതിയിൽ തന്നെ ഒരു മറുപടി, ട്രംപിനുള്ള ഏറ്റവും നന്ദി സൂചകമായൊരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരത്തിലൊരു ആക്രമണത്തിനുള്ള സാധ്യത മുൻകൂട്ടി അവർ കണ്ടിരുന്നു എന്നത്, കൃത്യമായി ചർച്ച ചെയ്തിരുന്നു എന്നതും തെളിയിക്കുന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ എന്നതും ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഐസനിലേക്ക് വരാം. ഐസൻ, ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത് അഭിനന്ദിക്കുന്നു അമേരിക്കയെ, ട്രംപിന് നന്ദി എന്നാണ്. കെ പി ഫാബിയാൻ, വിദേശകാര്യ വിദഗ്ധൻ, നമുക്കൊപ്പം ചേരുന്നു. പക്ഷേ കെ പി ഫാബിയാൻ, അമേരിക്കയുടെ നീക്കം പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണോ? തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ട്രംപ് പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇറാന് 60 ദിവസം കൊടുത്തു ഒരു എഗ്രിമെന്റിലേക്ക് എത്താനായിട്ട്. അത് അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ശരിയല്ല. അദ്ദേഹം നെതന്യാഹുവിന് 60 ദിവസം കൊടുത്തു ഈ വാർ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതൊന്ന്. രണ്ടാമത്, ജൂൺ 13 നെതന്യാഹു ഇറാനെ അറ്റാക്ക് ചെയ്ത ദിവസം അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പറഞ്ഞു, ഇത് ഇറാന്റെ യൂണിലാറ്ററൽ ആക്ഷനാണ്, അമേരിക്കയ്ക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. അന്ന് തന്നെ ട്രംപ് പറഞ്ഞു നെതന്യാഹുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇത് അറിയാമായിരുന്നു. അതിന്റെ അർത്ഥം അദ്ദേഹം ഗ്രീൻ സിഗ്നൽ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഇനി മനസ്സിലാക്കാനുള്ളത്, പിന്നെ ട്രംപ് വേറെയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി. 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു തീരുമാനം എടുക്കുമെന്ന്. അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ വിൽ സീ യു ഇൻ 2 weeks. ഐ ക്യാൻ ഓൾസോ സീ യു ടുമോറോ. 2 ആഴ്ചയുടെ ഒരു അപ്പർ ലിമിറ്റാണ്. അതെ, മാത്രമല്ല തൽക്കാലം ഇടപെടില്ല, ഇസ്രയേൽ ചെയ്യട്ടെ, തിരിച്ചടിക്കാതെ ചർച്ചയ്ക്ക് വന്നാൽ ഇറാന് ആക്രമണം നേരിടേണ്ടി വരില്ല എന്നുകൂടി ട്രംപ് പറഞ്ഞിരുന്നു. തൽക്കാലം ഇടപെടുന്നില്ല. അതെ, പക്ഷെ ട്രംപിന്റെ മെസ്സേജസ് സെൽഫ് കോൺട്രഡിക്ടറി ആണ്. അതിന്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാൻ മുഴുവനായിട്ട് സറണ്ടർ ചെയ്യണം. അദ്ദേഹം പറഞ്ഞു വൈറ്റ് ഹൗസിലേക്ക് വരട്ടെ. എന്തിനാ വരുന്നത്? സറണ്ടർ ചെയ്യാൻ. അപ്പൊ ട്രംപിന്റെ പരസ്യ പ്രസ്താവനകൾ നമ്മൾ വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ പലപ്പോഴും ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇനി ഒരു കാര്യം തീർച്ചയാണ്, ഇറാൻ മിക്കവാറും തിരിച്ചടിക്കും. അമേരിക്കയുടെ 40,000 ഭടന്മാർ ആ പ്രദേശത്തുണ്ട്. 19 അമേരിക്കൻ മിലിറ്ററി ബേസസ് ഉണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഹോർമുസ്, അതിനുള്ള ശേഷി ഇനി ഇറാൻ ഇല്ലെന്ന ആത്മവിശ്വാസത്തിലാണ് ട്രംപ്. ഇറാന് ശേഷിയില്ലെന്നുള്ള ആത്മവിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നു. ഒന്ന്. രണ്ടാമത്, ഇറാന്റെ സഹാരികളായിട്ടുള്ള പല ഇറാഖിലൊക്കെയുള്ള ആംഡ് ഗ്രൂപ്പ്സ് ഉണ്ട്, ഷിയ ഗ്രൂപ്പ്സ്. അവർക്കും ഇക്കാര്യത്തിൽ ഇടപെടാം. ലാസ്റ്റ് പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇനി ഈ ഇറാനെ ഇറാഖിനെ പോലെ ഓക്യുപ്പൈ ചെയ്യാൻ ട്രംപിനോ നെതന്യാഹുവിനോ സാധിക്കില്ല. അവരൊരിക്കലും ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് അങ്ങോട്ട് അയക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇറാനിലുള്ള റെജീം സർവൈവ് ചെയ്യും. കാരണം അയത്തുള്ളക്കെതിരായിട്ട് ഒരുപാട് ഇറാനിയൻസ് റെബൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം ഇപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയാണ്. കെ പി ഫാബിയൻ, അങ്ങ് പറഞ്ഞു വരുന്നത് ചൈന അടക്കമുള്ളവരുടെ പിന്തുണ അത് നമുക്ക് വൈകാതെ കാണാനാകും എന്നാണോ? തീർച്ചയായിട്ടും. ഇത് അധികം നീണ്ടു നിൽക്കാൻ പോകുന്നില്ല. പ്രസിഡന്റ് പുടിൻ തീർച്ചയായിട്ടും ട്രംപിന് പ്രഷർ ചെലുത്തും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇസ്രയേലിന് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും. പിന്നെ
വേറെ എന്താ പറയാനുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇനി ഇറാൻ തീർച്ചയായിട്ടും ഒരു ബോംബ് ഉണ്ടാക്കാൻ ശ്രമിക്കും. ശ്രീ KP ഫാബിയൻ, എനിക്കൊപ്പം ഐസൻ ജോസ് ഉണ്ട്. ഐസന് ചോദിക്കാനുണ്ട്. സർ, ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ? കേൾക്കാം. സർ, നമ്മൾ പലതവണ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്, ഔദ്യോഗികമായും അനൗദ്യോഗികമായൊക്കെ തന്നെ. ഈ വിഷയത്തിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു റെജിം ചേഞ്ചിൻ്റെ സാധ്യത, ഇസ്ലാമിക് റവല്യൂഷണറി റിപ്പബ്ലിക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന ആ അടിസ്ഥാന സ്വഭാവമുള്ള രാജ്യത്തിൻ്റെ ആ സ്വഭാവം തന്നെ മാറി ഒരു ജനാധിപത്യ സ്വഭാവത്തിലേക്ക് വരാനുള്ള സാധ്യത, അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമുക്കറിയാവുന്നതാണ്. നേരത്തെ രാജവംശത്തിൻ്റെ അവസാന രാജകുമാരനൊക്കെ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിയ വാർത്തകളെല്ലാം ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അത് റീയൂണൈറ്റ് ചെയ്യുന്നതിനും പഴയ ഒരു ജനാധിപത്യ സ്വഭാവത്തിലേക്ക് ഇറാൻ പോകാനുള്ള സാധ്യതയും എത്ര കണ്ടുണ്ട്? സാധ്യത വളരെ കുറവാണ്. ഒരു കാര്യം മാത്രം, റെജീം ചേഞ്ചും റെജീം കൊളാപ്സും തമ്മിൽ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. റെജീം കൊളാപ്സ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഉണ്ടായേക്കാം. പക്ഷെ അതുകൊണ്ട് റെജീം ചേഞ്ച് ആവുന്നില്ല. റെജീം ചേഞ്ച് വേണമെങ്കിൽ അമേരിക്കയും ഇസ്രയേലും ഇറാൻ ഓക്യുപ്പൈ ചെയ്ത്, അവർ ഇറാഖിനെ ഓക്യുപ്പൈ ചെയ്ത പോലെ ചെയ്തിട്ട് വേറൊരു അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ അവിടെ ഭരണത്തിൽ ഏർപ്പെടുത്തുക. അത് നടക്കാൻ പോകുന്നില്ല. പിന്നെ വേറെ എന്നുള്ളത്, താങ്കൾ ജനാധിപത്യത്തെ പറ്റി പറഞ്ഞു. 1953 ഇറാൻ ജനാധിപത്യത്തിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു. മൊസാദേക്ക് നാഷണലൈസ് ചെയ്തു, ആംഗ്ലോ അമേരിക്കൻ ഓയിൽ കമ്പനി. ഷാ റോമിലേക്ക് ഫ്ലീ ചെയ്തു. എന്നിട്ട് CIA $10,000 ചെലപ്പെടുത്തി അവർ കോസ്റ്റില് ഒരു കൂ നടത്തി. എന്നിട്ട് ഷായെ തിരികെ വരുത്തി. അതിന്റെ അർത്ഥം അമേരിക്കയാണ് ഇറാനെ ജനാധിപത്യത്തിലേക്കുള്ള നീക്കത്തിൽ നിന്ന് നിർത്തിയത്. സർ, ഒരു സംശയം കൂടി വരികയാണ്. ഇനി അന്താരാഷ്ട്ര സംവിധാനങ്ങൾ, അതായത് UN ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്ലസ്റ്റർ ബോംബുകൾ 2 ദിവസം മുമ്പ് ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചിരുന്നു. അതായത് ക്ലസ്റ്റർ ബോംബുകൾ നിരോധിതമായൊരു സംവിധാനമാണ്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില വാർഫെയറുകളെല്ലാം തന്നെ നീക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ നിന്ന് പിന്മാറാനുള്ളൊരു നീക്കം ഇറാൻ നടത്തുന്നു എന്ന വാർത്തകൾ, അത് സംബന്ധിച്ചുള്ള പാർലമെൻ്ററി റാറ്റിഫിക്കേഷനെതിരെയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന വാർത്തകൾ വരുന്നു. അത്തരത്തിൽ നയതന്ത്ര തലത്തിൽ ചില നീക്കങ്ങൾ ഇറാൻ്റെ ഭാഗത്തു ഉണ്ടാകുന്നു. അത് ഈ ആക്രമണം നടത്തുന്നതിനൊക്കെ ഉള്ളൊരു ഒരുക്കങ്ങളുടെ ഭാഗമായോ, അല്ലെങ്കിൽ ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചത് ഒരു പ്രകോപനപരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിനൊക്കെയാണോ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ ഒരു നീക്കം, സൈനികവും സൈനികേതരവുമായ ഇറാൻ്റെ നീക്കങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായത്, അതായത് 3-4 ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടായതിനെ എങ്ങനെയാണ് ഒരു വിദേശകാര്യ വിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ വിലയിരുത്തുന്നത്? ഒന്നാമത്, IHL ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ, ജനീവ കൺവെൻഷൻസ്, അത് ഇസ്രയേലും എപ്പോഴും വയലേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ചപ്പോൾ ഇറാനും അത് വയലേറ്റ് ചെയ്തു. IHL ഇപ്പൊ നമ്മൾ കാണുന്നത് IHL എല്ലാവരും വയലേറ്റ് ചെയ്യുന്നുണ്ട്. ആരും അത് റഷ്യയും വയലേറ്റ് ചെയ്യുന്നുണ്ട്, യുക്രൈനും വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്, ഇനി എന്താ സംഭവിക്കാൻ പോവാണെന്ന് ചോദിച്ചാൽ, ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു ലിമിറ്റഡ് തിരിച്ചടി ഉണ്ടാകും. തന്നെയുമല്ല, ഇറാൻ ഒന്നും ചെയ്യണ്ടെന്ന് വെച്ചാൽ തന്നെയും ഇറാന് സപ്പോർട്ട് ചെയ്യുന്ന പല ആംഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. അവര് തന്നെ അമേരിക്കൻ സ്ഥാപനങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വലിയ സാധ്യതയുണ്ട്. അപ്പൊ അന്നേരം ട്രംപ് അതൊരു എക്സ്ക്യൂസ് ആക്കി ഇറാന്റെ മേലെ വളരെ വലുതായിട്ടൊരു ആക്രമണം നടത്താൻ തുടങ്ങും. അന്നേരം എനിക്ക് തോന്നുന്നില്ല റഷ്യയും ചൈനയും വെറുതെ ഇരിക്കുമെന്ന്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ റഷ്യയും ചൈനയും മിലിറ്ററി ആയിട്ടല്ല ഇടപെടുക, അവര് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇടപെട്ടിട്ട് ഈ അനാവശ്യമായ യുദ്ധത്തെ നിർത്തും. KP ഫാബിയൻ ആണ് ഒപ്പം ചേർന്നത്.